എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ എൻ്റെ ജീവിത ചരിത്രം 4ാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ 3ാം ഭാഗം പറഞ്ഞ് തീർത്തത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടാക്കുന്ന പ്രകാരം പുറത്ത് പുരുഷന്മാർ ഓളിയിട്ട് സംസാരിക്കുകയും ഞങ്ങളുടെ ഉറപ്പില്ലാത്ത വാതിൽ തല്ലി പൊളിക്കാൻ ശ്രമിക്കുകയും ഞങ്ങൾ പേടിച്ചിരിക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി അവിടെ നിന്ന് നമുക്ക് തുടരാം. അപ്പോൾ നിങ്ങൾ ഓടി വന്ന് ഇത് കാണാൻ നിൽക്കരുത്. ഇത് 4ാം ഭാഗമാണ്. നിങ്ങൾ ആദ്യം തൊട്ടുള്ളത് കാണുക. 1, 2, 3, 4. എന്നാലേ നിങ്ങൾക്ക് അത് എന്താ കഥ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓടി വന്നിട്ട് ഉള്ളത് കണ്ടു പിന്നെ അത് പോയി കണ്ടിത് അങ്ങനെ ചെയ്യരുത്. 1ാം ഭാഗം തൊട്ട് നിങ്ങൾ തുടർന്ന് കാണുക, അല്ലാതെ കാണരുത് കേട്ടോ. ഇത് 4ാം ഭാഗമാണ്. അപ്പോൾ 1ാം ഭാഗം കൂട്ടി കാണുക. അങ്ങനെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറപ്പില്ലാത്ത വാതിൽ ചവിട്ടിപ്പൊളിച്ച് 4-5 പുരുഷന്മാർ ഞങ്ങളുടെ അകത്തേക്ക് ഇടിച്ചു കയറി വരുന്നു. അവരമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ഞങ്ങൾ 3 പേരും പുറത്തേക്ക് ഇറങ്ങി ഓടിയിടുകയാണ്, ഓടിയിട്ട് കരയുകയാണ്. അപ്പോൾ ചുറ്റുപാടും മുന്നിൽ വലിയ കൃഷി ചെയ്യുന്ന വലിയ പാടാണ്, കണ്ണെത്താത്ത അത്രയ്ക്ക് പാടം. പിന്നെ അതിൻ്റെ കരക്കിൽ ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഓടി വരാൻ തുടങ്ങി. അന്ന് വഴിയോര വെളിച്ചങ്ങളില്ല, മനസ്സിലാവുണ്ടോ? വീട്ടിലും വെളിച്ചങ്ങളില്ല. ഇന്നത്തെ പോലെ കറണ്ടൊന്നും ഇല്ല. അന്ന് കറണ്ട് ഉണ്ട്, പക്ഷെ വീടുകളിലൊന്നും ലൈറ്റ് എടുക്കാൻ കഴിവുകളില്ല. അത് കാരണം ചിമ്മിണി വിളക്ക്, മണ്ണെണ്ണ വെച്ച ചിമ്മിണി വിളക്കാണ് ഞങ്ങൾ കത്തിക്കാറ്. പുറത്ത് പോകുമ്പോൾ ഒലച്ചൂട്ട് കത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഓളി കേട്ടപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ചിമ്മിണി വിളക്കും പന്തൊക്കെ ആയിട്ട് ആൾക്കാർ ഓടി വരാൻ തുടങ്ങി ഞങ്ങളുടെ അടുത്തേക്ക്. ഇത് കണ്ട ഈ അപകടം മനസ്സിലാക്കിയ ഈ ചെറുപ്പക്കാർ എന്ത് ചെയ്തു? ഒരു മുന്നിലുള്ള ആ പാടത്തിലേക്ക് എടുത്തു ചാടി ആ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. പിന്നീട് ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരെല്ലാം ഞങ്ങൾക്ക് ഈ കത്രി, എൻ്റെ അമ്മയുടെ കൂട്ടുകാരി കത്രീനുണ്ടല്ലോ, അവരും അവരുടെ ഭർത്താവും ഞങ്ങളോടെ വന്ന് രാത്രിയിൽ ഞങ്ങളുടെ അവിടെ വന്ന് കിടക്കും, ഞങ്ങൾക്ക് കാവല്. പിന്നെ അമ്മേനെ കത്രിയമ്മ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നതൊക്കെ എന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്തു? പച്ചക്കറി കച്ചവടത്തിനായി ഇറങ്ങി. പച്ചക്കറി കച്ചവടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ പോലെ വണ്ടിയിൽ മൈക്ക് വെച്ചിട്ട് വിളിച്ച് പറഞ്ഞു പച്ചക്കറി എന്ന് പറയുന്നത് കാര്യമല്ല. ഇത് ഒരു വലിയ കൊട്ട. ആ കൊട്ടയിൽ മത്തങ്ങ, കുമ്പളങ്ങ, ചേന, പയർ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് ഈ ത്ലാസും കൊണ്ട് പോകും. പച്ചക്കറി അവരവർ സ്ഥിരമായിട്ട് വീടുകളുണ്ട്, അവിടേക്കൊക്കെ കൊണ്ട് ചെല്ലും. എന്നിട്ട് അവർക്ക് എത്ര തൂക്കം വേണമെന്ന് വെച്ചാൽ അതിങ്ങനെ തൂക്കി കൊടുക്കും, പൈസ വാങ്ങും. ഈ പച്ചക്കറി ചുവന്ന് നടന്ന് വൈകുന്നേരം വരെ കച്ചവടം ചെയ്യുക. ഇതായിരുന്നു എൻ്റെ അമ്മ പിന്നീട് ചെയ്തിരുന്ന ജോലി. അങ്ങനെ ആ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, 2 ചേച്ചിമാർ പഠിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ ജീവിതം അങ്ങനെ ഞങ്ങളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്താണെന്നറിയില്ല, എന്ത് സംഭവിച്ചു എന്നറിയില്ല. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ മാനസനില തെറ്റിപ്പോയി. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഭ്രാന്ത്. മക്കളെ പോലും തിരിച്ചറിയാൻ കഴിവില്ലാതെയായി അമ്മയ്ക്ക്. ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള പാടത്തേക്ക് ഓടിപ്പോകും, അവിടെ കിടന്നുരുളും, സ്വയം വസ്ത്രങ്ങൾ വലിച്ചു കീറും, എന്തൊക്കെ പിച്ചും പിഴും വിളിച്ച് പറയും. കുളിക്കില്ല, തിരുമ്പില്ല, ഭക്ഷണം കഴിക്കില്ല. ഈ ഒരവസ്ഥയിലേക്ക് എൻ്റെ അമ്മ എത്തിച്ചേർന്നു. എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കൊച്ചു കുഞ്ഞാണ്.
പക്ഷെ അന്ന് ജാതി മതഭേദം വലിപ്പം ചെറുപ്പം ഉണ്ടായിരുന്നില്ല. അന്ന് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ജനങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ചുറ്റുപാടുള്ള ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്ന കുടുംബങ്ങളിലുള്ളവരൊക്കെ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു, ഞങ്ങളെ പരിചരിച്ചു, ഞങ്ങൾക്ക് കാവലിൽ നിന്നു, ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, ഞങ്ങളെ നോക്കി. മനസ്സിലാവുണ്ടോ? ഇന്നത്തെ ആൾക്കാരല്ല. അങ്ങനെ അന്നത്തെ ഒരു കാലം ഇനി വരുന്നു എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെ അവരെല്ലാവരും എൻ്റെ അമ്മേനെയും ഞങ്ങളെയും പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങൾക്ക് സമയാസമയം ഓരോ വീടുകളിൽ നിന്ന് ഭക്ഷണം എത്തിക്കും. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസം ഓരോരുത്തർ കാവൽ കിടക്കാൻ വരും. പിന്നെ എൻ്റെ അമ്മേനെ ഡോക്ടറെത്തി കൊണ്ടുപോകാനും മരുന്ന് കൊടുക്കാനൊക്കെ എല്ലാവരും, ഞങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാവരും ഞങ്ങൾക്കൊപ്പം നിന്നു സഹായിച്ചു. അതൊരിക്കലും മറക്കില്ല, മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കലേ ആ നാട്ടിലേക്ക്, ഞങ്ങളുടെ ചുറ്റുപാടിലുള്ള ആ ഇടവഴിയിലേക്ക് ഒരു കൂട്ടുകുടുംബം, ഒരു നായർ കൂട്ടുകുടുംബം വീട് വാടകയ്ക്കായി ചോദിച്ചു കൊണ്ടുവരുന്നു. ഒരു വീട് വേണമെന്ന് പറഞ്ഞ് വാടകയ്ക്ക് ചോദിച്ചു വരുന്നു. ബാക്കി നമുക്ക് 5-ാം ഭാഗത്തിൽ കേൾക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടൺ, ചുവന്ന ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഒരു വട്ടം പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.